നമസ്കാരമുണ്ട്. നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ നമ്മളെ വിയറ്റ്നാമേറിൽ പ്ലാവ് ചക്ക കായ്ച്ചതാണ്. ചെറിയ പ്ലാവാണ്, ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടുള്ള ചെറിയ പ്ലാവാണ്. കവറിൽ ഇരിക്കുന്ന പ്ലാന്റാണ്. ഇത് ഏകദേശം ഒരു 1.5 കൊല്ലം. കാരണം കവറിൽ ഇരിക്കണോണ്ട് കേട്ടോ. പറമ്പിലാണെങ്കിൽ ഇത് ശരിക്കും ഇതിനേക്കായി നല്ല വണ്ണത്തിൽ നല്ല വലുപ്പത്തിൽ വരും. ഇത് കവറിൽ വെയിലും കുറവുണ്ട്, വെയിൽ കുറവാണ്. വെയിലും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും. അപ്പൊ ഇതിന്റെ പറ്റി പറയാനുള്ള കാര്യം, ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചക്ക പഴുത്ത നല്ല സ്മെല്ല് ഇങ്ങനെ വരും. ഭയങ്കര സ്മെല്ല്. പ്രത്യേകിച്ച് വിയറ്റ്നാമുകളിൽ പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് എല്ലായിടത്തും സ്പ്രെഡ് ആവും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അത് മാത്രല്ല, കഴിക്കാനും നല്ല മധുരമാണ്, നല്ല ക്രിസ്പിയാണ്, നല്ല കളറുമാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇത് ഇരിക്കുന്നത് നോക്കി നിങ്ങൾ, കവർ 18 കവറാണ്. അപ്പൊ ഇങ്ങനെയുള്ള കവറിലും ശരിക്കും കവറൊന്നും കൂടി വലുതാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും. കാരണം നമുക്ക് ഇതിലൊന്നും മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെയുള്ള കവറിൽ പോലും ഈ ചക്ക കായ്ക്കും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പ്ലസ് പോയിന്റ്. കാരണം നമുക്ക് ഇതിന്റെ ചട്ടിയിലാണെങ്കിലും വലിയ ഡ്രമ്മിലാണെങ്കിലും ഈ ചക്ക കായ്ക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എന്താ അറിയോ, നമ്മൾ ചില വീടുകളിലൊക്കെ, ഞാനിപ്പോ ഈ പ്ലാന്റേഷന്റെ വർക്കിന് പോകുമ്പോ കാണുന്നതാണ്, പ്ലാവ് വെച്ചിട്ട് ഇതുപോലെ അടിയിൽ തന്നെ ഒരുപാട് ശിഖരങ്ങള് നിൽക്കുന്നത്. ഒരിക്കലും സത്യം പറഞ്ഞാല് ഒരിക്കലും അങ്ങനെ നിർത്തരുത്. നമ്മൾ അടിയത്തെ ശിഖരങ്ങൾ അനുവദിക്കരുത്. കാരണം ഇങ്ങനെ ഒറ്റത്തടിയിൽ നമ്മൾ ഒരു ഹൈറ്റ് വരെ, ഒരു 1.5 ആൾ ഹൈറ്റ് അല്ലെങ്കിൽ ഒരു 8 അടി ആ റേഞ്ചിൽ 8 അടി റേഞ്ചിൽ നമ്മൾ ഈ തടി ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഈ തടിയിൽ ഇതുപോലെ ചക്ക ഉണ്ടാവും. ആ ചക്ക വലിപ്പവും ഉണ്ടാവും. അതിലുപരി ചക്ക നല്ല ഷേപ്പിൽ, ഒറിജിനൽ ചക്കയുടെ ഷേപ്പിൽ കിട്ടും ചെയ്യും. പൂർണ്ണമായിട്ട് ആ ചക്കയുടെ ഉള്ളിൽ നല്ലോണം 100% ചൊളയുണ്ടാവും, ചൊള വലിപ്പവും ഉണ്ടാവും. കാരണം ശിഖരങ്ങളിൽ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ ചക്ക വലിപ്പം ഉണ്ടാവില്ല, പിന്നെ അത് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ നമുക്ക് ഇപ്പൊ ഇതിന്ന് മനസ്സിലാക്കാനുള്ള, ഇങ്ങനെയുള്ള കവറിൽ പോലും ഈ വിയറ്റ്നാമിലി പ്ലാവ് നമുക്ക് കായ്ച്ചു കിട്ടുന്നതാണ്. അപ്പൊ ഏതായാലും നമ്മൾ കൂടുതൽ ഇപ്പൊ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മളിത് കൂടുതൽ സംസാരിക്കുന്നില്ല. ഏതായാലും ഈ ചക്ക പൂത്തിട്ടുണ്ട്, നല്ല സ്മെല്ലാണ്. അപ്പൊ നമ്മളിത് കട്ട് ചെയ്തിട്ട് എത്രമാത്രം ഇതിൽ കുരുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഇതിൽ ചുളുണ്ട്, എങ്ങനെ ഇതിന്റെ ടേസ്റ്റ് ഉണ്ട്, മധുരം, കാര്യങ്ങളൊക്കെ ഒന്നും അറിയാലോ. മറ്റു പ്രേക്ഷകർക്കും അത് ഒരു ഗുണമാവും. അപ്പൊ നമ്മളിത് കട്ട് ചെയ്യാണ്. ഓക്കെ, ഇതിപ്പോ ഈ കവറിൽ നിൽക്കണ ഈ ആരോഗ്യമുള്ള പ്ലാവിന്റെ അത്രയുള്ള ഒരു ചക്കയേ ഉള്ളൂ. ഏകദേശം ഒരു 3 കിലോന് ആ റേഞ്ച്, 3-3.5 കിലോന് ആ റേഞ്ച് ഉണ്ടാവുള്ളൂ. അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളിത് കട്ട് ചെയ്യാണ്. ഓക്കെ, നോക്കാല. ഓക്കെ, കണ്ടോ, ഞാൻ ഈ പറഞ്ഞതിന്റെ സത്യാണ്. അതായത് പൂർണ്ണമായിട്ട് ചൊള കണ്ടോ, പൂർണ്ണമായിട്ട് ചൊള കംപ്ലീറ്റ്. ചില ചക്കകള് പൂർണ്ണ വളർച്ച കിട്ടിയില്ലെങ്കിൽ, ആരോഗ്യമില്ലാത്ത പ്ലാവില് പൂർണ്ണ വളർച്ച കിട്ടാത്ത ചക്കകൾ ഉണ്ടാവും. അപ്പൊ അതിൽ പൂർണ്ണമായിട്ട് ചൊള ഉണ്ടാവില്ല. അപ്പൊ ഇത് നോക്കിയാൽ നമ്മൾ ചെറിയ ചക്കയാണെങ്കിലും ഇതിന്റെ ഒരു തിക്നെസ്, അത് ഉള്ളു കംപ്ലീറ്റ് ചൊളയാണ്. അതായത് പൂർണ്ണ മൂപ്പായിട്ടുള്ള. ഇനി നമ്മള് ഇതൊന്ന് നടുക ഒന്ന് മുറിക്കാം. കാരണം നമ്മള് ഗ്രോ ബാഗിൽ വെച്ച, അതും വളരെ ചെറിയ ഗ്രോ ബാഗിൽ, 18 ഇതിനെ ശരിക്കും നമ്മൾ പരിചരിച്ച് നല്ലതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇത് കിട്ടും. പൂർണ്ണ ചുള, അതായത് ഈ ഇതിന്റെ എന്താ പറയാ, ചവിണി പോലും വളരെ കുറവാണ്, വളരെ കുറവായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. വിയറ്റ്നാമിൽ എന്ന് പറഞ്ഞാല് അത്രയും നല്ല മധുരമുള്ള, സൂപ്പർ സാധനം, നല്ല മധുരം. അതാണ് ആൾക്കാർ ഈ പ്ലാവ്, എനിക്കിതിന്റെ ഈ സ്മെല്ലാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. എത്ര ദൂരത്തുനിന്നില്ലേ. കാരണം അതൊരു ഇതിന്റെ ഭയങ്കര ഒരു, നമുക്കൊരു ഭയങ്കര ഒരു ചക്കനോട് ഭയങ്കര ഒരു, അതിന്റെ ആ മണം ഉണ്ടല്ലോ, ഒരു പ്രത്യേക തരം മണം. നമ്മളെ ക്യാമറമാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പ്രേക്ഷകര് അല്ലെങ്കിൽ
ഫലവൃക്ഷ സ്നേഹികള് ശരിക്ക് നമ്മളെ വീട്ടില് പറ്റുമെങ്കിൽ ഒരു 10 ചക്ക ഈ ഐറ്റം വെക്കുകയാണെങ്കിലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. സ്ഥലം ഉണ്ടെങ്കിൽ. കാരണം എപ്പോഴും നമുക്ക് ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓൾ സീസൺ ആണ്. ഓൾ സീസൺ ആണ്. ചക്ക നമുക്ക് കഴിക്കുകയും ചെയ്യാം. നല്ല ക്രിസ്പി അല്ലേ? നല്ല കഴിക്കാൻ പറ്റിയ ഒരു ചക്കയാണ്. അത് ആർക്കും ഏത് പ്രായമുള്ളവർക്കാണെങ്കിലും ഏത് കുഞ്ഞുമക്കൾക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ചക്കയാണ് വിയറ്റ്നാമിലെ ചക്ക. അതുപോലെ ഇതിന്റെ കളറ് ഇനം ചക്ക ചുളയിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു കളർ. ഇനം ചക്ക എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ ചുള വരുന്നത്. ഇത് ഒറിജിനൽ വിയറ്റ്നാമിൽ ഗോൾഡൻ കളർ വരുന്നത്. നല്ല മധുരാണ് ഈ ഐറ്റം. ഇതിന്റെ മഞ്ഞ പിങ്ക് ഒക്കെ പല ഇതിൽ വരുന്ന കളറുകൾ ഉണ്ട്. ഏറ്റവും ടേസ്റ്റ് ഈ കളറാണ്. ഈ ഐറ്റം നല്ല ചക്കയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.